ജെ കുര്യന്റെ വിമർശനങ്ങളിൽ യൂത്ത് കോൺഗ്രസിൽ കടുത്ത അതൃപ്തി. സതുദ്ദേശപരമെന്ന് കരുതാൻ സൗകര്യമില്ല എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദരേഖ പുറത്തുവന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് രാഹുലിന്റെ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. സതുദ്ദേശപരമായിട്ടൊക്കെ എടുക്കാമായിരുന്നു. നമ്മുടെ ഒരു മീറ്റിംഗിൽ വന്നിട്ട് നമ്മളെ പോസിറ്റീവായിട്ട് പറയുന്നതാണെങ്കിൽ നമ്മൾ സതുദ്ദേശപരമായിട്ട് എടുത്തേനെ. ഇത് ഇത്രയും ചാനലുകളുടെ മുന്നിൽ വെച്ച് പറയുന്നതിന് എങ്ങനെ സതുദ്ദേശം എന്ന് വിശ്വസിക്കാൻ തൽക്കാലം താല്പര്യമോ സൗകര്യമോ ഇല്ല. സി കെ അബിലാൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അബിലാൽ, കൃത്യമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഈ വിഷയത്തിലെ നിലപാടും സമീപനവും. പക്ഷെ ഒരു കാര്യമുണ്ടല്ലോ, ഇത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാത്രമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇതെങ്ങനെ ലീക്കായി, ഇതെങ്ങനെ പുറത്തേക്ക് വന്നു എന്നുകൂടി അറിയണ്ടേ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ തുടർന്ന് അതിന്റെ വിജയത്തെ തുടർന്ന് കേരളത്തിൽ UDF അനുകൂല സാഹചര്യമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസ് വിലയിരുത്തുന്നത്. മാത്രമല്ല, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്താകമാനം യൂത്ത് കോൺഗ്രസ് സമര രംഗത്ത് സജീവമാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാവ് കൂടിയായ PJ കുര്യൻ വിമർശനം ഉന്നയിക്കുന്നത്. മാത്രമല്ല, പാർട്ടി വേദിയിലാണ് വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് എങ്കിൽ പോലും ചാനൽ ക്യാമറകൾ തന്റെ മുൻപിലുണ്ട് എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ചുരുക്കത്തിൽ ഇത് സതുദ്ദേശപരമല്ല എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷന്റെ ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ചുരുക്കത്തിൽ കടുത്ത അതൃപ്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ഉണ്ട്. മാത്രവുമല്ല, ഈ വേദിയിൽ SFIയുടെ സമരസംഘടനാ പ്രവർത്തനങ്ങളെയും CPMന്റെ സംഘടനാ സെറ്റപ്പിനെയും കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തുവരുന്ന ഘട്ടത്തിൽ അനാവശ്യമായ ചർച്ചകൾക്ക് വഴിമരുന്നിടുക, ലക്ഷ്യത്തിലേക്ക് ഉള്ള മാർഗത്തിൽ സഞ്ചരിക്കുന്ന വേളയിൽ കാര്യങ്ങളെ വഴിതിരിച്ചു വിടാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ എന്നും സംസ്ഥാന നേതൃത്വം വിലയിരുത്തുന്നു. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദ സന്ദേശത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് PJ കുര്യന്റെ വിമർശനത്തെ സതുദ്ദേശപരമായി യൂത്ത് കോൺഗ്രസ് നേതൃത്വം കണക്കാക്കുന്നതേയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് തങ്ങൾ ഉൾപ്പെടുന്ന ഒരു വേദിയിൽ, ചാനൽ ക്യാമറകൾ ഇല്ലാത്ത ഒരു വേദിയിൽ ആയിരുന്നു ഈ വിമർശനം ഉന്നയിച്ചതെങ്കിൽ അതിനെ സതുദ്ദേശപരമായി കണക്കാക്കാൻ ആകുമായിരുന്നു. മറിച്ചുള്ള സാഹചര്യത്തിൽ ഉയർന്നു വന്ന വിവരങ്ങൾ നൽകിയത്